നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ ഒന്നാം സ്ഥാനം നഷ്ടമായി. നാളെ അതിനിർണായകമായ പോരാട്ടത്തിനിറങ്ങുന്ന അൽ നസറിന് ഇതാ ശുഭവാർത്ത. അവരുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഡിഫൻസിൽ നമ്മൾ കണ്ടതാണല്ലോ, അതിന് പരിഹാരമാകുന്നു. യെസ്, സിബാക്കൻ ഇതാ മടങ്ങിയെത്തുന്നു. അക്കാര്യം കൺഫേം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കോച്ച് ഹോർഗെ ഹീസസ്. നാളെ സുപ്രധാനമായൊരു പോരാട്ടമാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് ലവാൽ പാർക്കിൽ റിയാദിൽ അൽ ഖാദിസിയക്കെതിരെയാണ് കളി. കരുത്തരാണ് അൽ ഖാദിസിയ. ഇപ്പം 5ാം സ്ഥാനത്താണ്, 12 കളികളിൽ 24 പോയിന്റ്. അൽ നസറിന് 12 കളി 31 പോയിന്റാണ്. അവർ രണ്ടാമതാണ്. അൽ ഹിലാലിന് 12 കളി 32 പോയിന്റ്. അവരാണ് ഇപ്പോൾ ഒന്നാമത്. കഴിഞ്ഞ 2 കളികളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തത് അൽ നസറിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കളി വിജയിച്ചേ പറ്റൂ. പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാനേ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും അൽ നസർ ഇതാ നാളെ സുപ്രധാന മത്സരത്തിനിറങ്ങുന്നു. അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഹോർഗെ ഹീസസ് ആ ശുഭവാർത്ത അറിയിച്ചു. സിബാക്കൻ ഈസ് 100% റെഡി. സിബാക്കൻ 100% റെഡിയാണ്. പക്ഷേ അൽ ഖാദിസിയക്കെതിരെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഹോർഗെ ഹീസസ് പറഞ്ഞത്. എന്തായാലും സിബാക്കൻ റെഡിയാണ്. ഇനി കോച്ച് റിസ്ക് എടുക്കുമോ, സ്റ്റാർട്ട് ചെയ്യിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. ഏതായാലും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി ഇപ്പോൾ പ്രോ ലീഗിൻ്റെ ഷെഡ്യൂളിങ്ങിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു ലീഗ് ഷെഡ്യൂൾ ഇപ്പോൾ അങ്ങ് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് അൽ നസറിൻ്റെയും അൽ അഹ്ലിയുടെയും മാച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അൽ നസറിന് 3 ദിവസത്തെ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ മാച്ചസിൽ ലഭിച്ചു. അതേസമയം ചില ടീമുകൾക്ക് 5 ദിവസത്തെ ബ്രേക്കൊക്കെയാണ് ലഭിക്കുന്നത്. ഇത് അദ്ദേഹം പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമാണ്. ഏതായാലും മികച്ചൊരു പോരാട്ടത്തിലേക്കാണ് തങ്ങൾ ഇറങ്ങുന്നത്. മത്സരം വിജയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി കോച്ച് പറയുന്നു. ഏതായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. കടുത്ത പോരാട്ടമായിരിക്കും. ഇനി കാലിടറാൻ അൽ നസറിന് വയ്യ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ്.